ഗസയിൽ ബോംബാക്രമണം നിർത്തണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം വകവയ്ക്കാതെ ഇസ്രയേൽ. ഇന്ന് നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. ഗസയുടെ അധികാരവും നിയന്ത്രണവും വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചാൽ ഹമാസ് സമ്പൂർണ്ണ ഉന്മൂലനം നേരിടേണ്ടി വരും എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ട്രംപിന്റെ 20 ദിന സമാധാന പദ്ധതിയിൽ നാളെ ഈജിപ്തിൽ ചർച്ച നടക്കും. ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്താണ് ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ? എങ്ങനെയാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ മറികടന്ന് വീണ്ടും ശക്തമായ ആക്രമണം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ? ടി കെ, നാളെയാണ് വളരെ നിർണായകമായ ചർച്ച ഈജിപ്തിലെ കെയ്റോയിൽ നടക്കാനിരിക്കുന്നത്. അതിൽ അമേരിക്കയുടെ പ്രതിനിധികളും ഇസ്രായേലിന്റെ പ്രതിനിധികളും ഒപ്പം ഹമാസിന്റെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. അതാണ് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഹമാസ് നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. ഹമാസിന്റെ പ്രതിനിധികൾ നേരിട്ട് ഈ ഒരു സമാധാന ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും നിർബന്ധ ബുദ്ധിയായുള്ള ആ 20 ദിന പദ്ധതി വളരെ നിർണായകമാണ്. 20 ദിന പദ്ധതി അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ തയ്യാറാണെന്നും സമാധാനത്തിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ 20 ദിന പദ്ധതി നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്നും ബന്ദികളെ മോചിപ്പിക്കുക, അതായത് ഇസ്രായേലിന് പിടിച്ചെടുത്ത് കൊണ്ടുപോയ ആളുകളെ ബന്ദികളെ മോചിപ്പിക്കാമെന്നും ഹമാസ് പറഞ്ഞിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് തന്നെ പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഗസയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം നിർത്തണമെന്നും കൂടി പറഞ്ഞിരുന്നു. പക്ഷേ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ഇസ്രായേൽ ഇപ്പോഴും അവിടെ അതിരൂക്ഷമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി വലിയ രൂപത്തിലുള്ള ബോംബാക്രമണം നടത്തുന്ന ഏതാണ്ട് ഈ 60ഓളം പേർ ഇന്നലെയും ഇന്നുമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ രൂപത്തിൽ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് നാളെ ചർച്ചകൾ നടക്കാനിരിക്കുന്നത്. ചർച്ചയിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരുപക്ഷെ ഹമാസിന്റെ നിലപാടുകളാകും. ഈ 20 ദിന ചർച്ചയിൽ ഹമാസ് ഇപ്പോഴും പൂർണ്ണമായും നിരായുധീകരണം, അത് മാത്രം മറ്റൊന്ന് പൂർണ്ണമായും നിരായുധീകരണത്തിനൊപ്പം മറ്റൊന്ന് ഗസയിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോവുക, അല്ലെങ്കിൽ ഗസയുടെ അധികാരത്തിൽ പങ്കാളിയാകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോഴും ഹമാസ് എത്തിയിട്ടില്ല. അങ്ങനെ രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം ഹമാസിന്റെ ഭാഗത്തുനിന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ പൂർണ്ണമായും ഗസ വിട്ടു പോകേണ്ടതുണ്ട്. ഗസയുടെ അധികാരത്തിൽ നിങ്ങൾ പങ്കാളികളാകുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളെ ഉന്മൂലനം ചെയ്യുക തന്നെ ചെയ്യും എന്ന് ഇന്ന് മൂന്നാമത്തെ തവണയാണ്, ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മൂന്നാമത്തെ അന്ത്യശാസനമാണ് വീണ്ടും ട്രംപ് ഉപയോഗിക്കുന്ന. ആ വാക്ക് ഉന്മൂലനം എന്ന് തന്നെയാണ്. അതായത് ഗസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനി ഹമാസിന് യാതൊരു റോളും ഉണ്ടാകുന്നതല്ല. ഹമാസിന്റെ ആരെങ്കിലും ഗസയിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു രാജ്യം വഴി രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി കൊടുക്കാനുള്ള അതും ഈ 20 ദിന പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഗസ പൂർണ്ണമായും ഹമാസിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുക, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നൊരു നയം തന്നെയായിരിക്കും ഈ ചർച്ചകളിലൂടെയും അല്ലെങ്കിൽ ഈ 20 ദിന പദ്ധതിയുടെയും ട്രംപും നെതന്യാഹുവും ഉദ്ദേശിക്കുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് രണ്ടർത്ഥത്തിൽ അവരെ ദോഷകരമായി ബാധിക്കും. ഒന്ന്, യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ വിഭാഗം ഇപ്പോൾ തന്നെ നെതന്യാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് ഈ കരാർ ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ ഉറപ്പായും ഗസയിൽ സമാധാനം കൊണ്ടുവരണം, യുദ്ധം അവസാനിപ്പിക്കണം, വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പാലിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വലിയ രൂപത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും ഈ കരാറുമായി ബന്ധപ്പെട്ടും ഇസ്രായേലിനെയും ഹമാസിനെയും സംബന്ധിച്ച് നിലപാടുകൾ എടുക്കുന്നതിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളത്തെ ചർച്ച അതിനിർണായകമാണ്. ഈജിപ്തിലെ കെയ്റോയിലാണ് ചർച്ച നടക്കുന്നത്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി അടക്കം, അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ട്രംപിന്റെ തീരുമാനങ്ങൾ ഹമാസ് അംഗീകരിക്കുന്നുണ്ടോ, ഇസ്രായേലിന്റെ നിലപാട് എന്തൊക്കെയാണെന്ന കാര്യങ്ങളെല്ലാം നാളെ ട്രംപ് അടക്കമുള്ള ആളുകൾ അതികാര്യമായി തന്നെ വിശകലനം ചെയ്യും. അങ്ങനെ നാളെ 20 ദിന പാക്കേജിൽ അംഗീകാരമുണ്ട്, അല്ലെങ്കിൽ അതിൽ ഹമാസ് സമ്മതിക്കുകയാണെങ്കിൽ സമാധാനപരമായി കാര്യങ്ങൾ പോകും. അതല്ല എങ്കിൽ വീണ്ടും ഗസ ഒരു സമാധാനരഹിതമായ അന്തരീക്ഷത്തിലേക്കും ഗസയിൽ വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഒപ്പം അമേരിക്കയുടെ ഭാഗത്തുനിന്നും, അത് അമേരിക്കയുടെ നിലപാട് വളരെ നിർണായകമാണ്. ട്രംപ് കഴിഞ്ഞ 3 ദിവസമായി അന്ത്യശാസനമാണ് പറയുന്നുണ്ട്. ഇന്നത് ഉന്മൂലനം എന്നൊരു വാക്കിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഗസ വീണ്ടും നാളത്തെ ചർച്ചയിൽ പാക്കേജുകൾ അംഗീകരിച്ച് പോയില്ല എങ്കിൽ അതിരൂക്ഷമായ ആക്രമണത്തിലേക്ക് ഗസ വീണ്ടും പോകും. എന്തായാലും ഇപ്പോഴും ഗസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുക തന്നെയാണ്. ടി കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.